പുതിയ ദേശീയപാതയിലെ സർവീസ് റോഡുകൾ 2-വേ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എങ്കിലും യാത്രക്കാരുടെ ആശങ്കകൾക്ക് കുറവില്ല. പലതരം സംശയം ഇപ്പോഴും നിങ്ങൾക്കുണ്ട് അല്ലേ? പുതുതായി നിർമ്മിച്ച ദേശീയപാത 66ന്റെ ഇരുഭാഗങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ 2-വേ പാതകളാണെന്ന് ദേശീയപാത അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണയായി ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ 1-വേ ആണെന്ന ധാരണയാണ് എല്ലാവർക്കും. ഇതിനെ ചൊല്ലി ഡ്രൈവർമാർ തമ്മിൽ തർക്കങ്ങളും പതിവാണ്. എന്നാൽ സർവീസ് റോഡുകൾ 2-വേ പാതകളാണ്. ഇനി ഇക്കാര്യത്തിൽ തർക്കം വേണ്ട കേട്ടോ. ദേശീയപാത നിർമ്മാണത്തിന് മുൻപ് പ്രാദേശിക യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്ന റോഡിന് പലയിടത്തും 8-9 മീറ്റർ വീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള സർവീസ് റോഡുകൾക്ക് 6.5 മീറ്റർ മാത്രമാണ് വീതി. ചിലയിടങ്ങളിൽ അതുപോലുമില്ലാത്ത അവസ്ഥയാണ്. ദേശീയപാത 66-ൽ ചെറിയ ദൂരം മാത്രം ഓടുന്ന മിനി ലോറികളും ബസ്സുകളും മറ്റു വാഹനങ്ങളും മാത്രമാണിപ്പോൾ സർവീസ് റോഡ് ഉപയോഗിക്കുന്നത്. വലിയൊരു വിഭാഗം ഓട്ടോറിക്ഷകളും ബൈക്കുകളും ദേശീയപാതയിലൂടെയാണ് പോകുന്നത്. എന്നിട്ടും ഇപ്പോൾ തന്നെ സർവീസ് റോഡുകളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ട്രാക്ടർ, ഓട്ടോ, ബൈക്ക് തുടങ്ങിയവയെല്ലാം സർവീസ് റോഡിലൂടെ മാത്രം പോകേണ്ടി വരുമ്പോൾ കുരുക്ക് രൂക്ഷമാകും. ദേശീയപാതയുടെ വീതി 65 മീറ്റർ എന്നത് കേരളത്തിൽ 45 മീറ്റർ ആക്കിയത് ഏറ്റവും അധികം ബാധിച്ചത് സർവീസ് റോഡിന്റെ വീതിയെയാണ്. നിലവിൽ സർവീസ് റോഡുകൾ 2-വേ ആണ്. വീതി കുറഞ്ഞ ഇടങ്ങളിൽ ഗതാഗത കുരുക്കിന് സാധ്യതയുമുണ്ട്. ഗതാഗത കുരുക്കുണ്ടായാൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് വേണ്ട തീരുമാനങ്ങൾ സ്വീകരിക്കുമെന്ന് ദേശീയപാത ലൈസൺ ഓഫീസർ PPM അഷ്റഫ് പറഞ്ഞിട്ടുണ്ട്. 6.5 മീറ്റർ മാത്രം വീതിയുള്ള സർവീസ് റോഡുകളിലൂടെ 2 ദിശയിലേക്കുള്ള യാത്ര എങ്ങനെ സാധ്യമാകുമെന്നതാണ് പ്രധാന ചോദ്യം. പലതരത്തിലാണ് അടിപ്പാതകൾ നിർമ്മിച്ചിട്ടുള്ളത്. വെഹിക്കുലാർ അണ്ടർപാസിലൂടെ എല്ലാ തരം വാഹനങ്ങൾക്കും 2-വേ ആയി പോകാം. ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസിലൂടെ ചെറിയ കാറുകൾ പോലുള്ള വാഹനങ്ങൾക്ക് പോകാം. സ്മോൾ വെഹിക്കിൾ അണ്ടർപാസിലൂടെ ഒരു വഴിയിലേക്ക് മാത്രമേ വാഹനങ്ങൾ പോകാവൂ. നടപ്പാതയായി മാത്രം ഉപയോഗിക്കേണ്ട അടിപ്പാതകളുമുണ്ട്. അതത് സ്ഥലങ്ങളിലെ ഗതാഗത തിരക്ക് നോക്കിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മുന്നറിയിപ്പ് നോക്കിയേ വാഹനങ്ങൾ ഓടിക്കാവൂ എന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. സംസ്ഥാനത്ത് 5 പുതിയ ദേശീയപാതകൾ കൂടി വികസിപ്പിക്കുന്നതിന് പദ്ധതിരേഖ തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്നാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. രാമനാട്ടുകര കോഴിക്കോട് എയർപോർട്ട് റോഡ്, കണ്ണൂർ വിമാനത്താവള റോഡ്, കൊടുങ്ങല്ലൂർ അങ്കമാലി വൈപ്പിൻ മത്സ്യഫെഡ് ടൂറിസ്റ്റ് ഓഫീസ് റോഡ് എന്നിവ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതി രേഖയാണ് തയ്യാറാക്കുക. അതോടൊപ്പം കൊച്ചി മധുര ദേശീയപാതയിൽ കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള പദ്ധതി രേഖയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് ഏജൻസിയെ തെരഞ്ഞെടുക്കുവാനുള്ള ടെൻഡർ നടപടികൾ ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ആരംഭിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്.